എന്നെ പോലെ ഒരു വര പോലും കൃത്യമായിട്ട് വരയ്ക്കാൻ അറിയില്ലാത്ത, തീരെ വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും പ്രൊഫഷണൽസിനെ പോലെ കറക്റ്റായിട്ട് പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പ്, അതും നമ്മുടെ കണ്ടെയ്നേഴ്സ് വെച്ച്, നമ്മൾ ഫുഡ് പാഴ്സൽ വാങ്ങുന്ന കണ്ടെയ്നേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ്. നിങ്ങളെല്ലാവരും സേവ് ചെയ്ത് വെച്ചോ. നമ്മുടെ മക്കളുടെ സ്കൂളിലെ അസൈൻമെൻറ്റ്സിനും പ്രോജക്ട്സിനായിട്ടും അല്ലെങ്കിൽ ഫ്രീ ടൈമിൽ കുട്ടികൾക്ക് എൻഗേജ്ഡ് ആക്കി ഇരുത്താനായിട്ടും അല്ലെങ്കിൽ നമുക്ക് മുതിർന്നവർക്ക് സമയം വെറുതെ കിട്ടുമ്പോൾ ചെയ്യാനായിട്ടും അടിപൊളിയൊരു കിടിലൻ ഐഡിയ ആണിത്. പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫുഡ് പാഴ്സൽ വാങ്ങുന്ന പാത്രം അല്ലെങ്കിൽ ഐസ്ക്രീം വാങ്ങിച്ച പാത്രം, ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ മൂടി ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം കേട്ടോ, പ്രിൻറ്റിംഗ് ഒന്നും വരാൻ പാടില്ല. പാത്രത്തിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി വെക്കുകയോ അല്ലെങ്കിൽ ചെറിയ ടോർച്ച് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഓൺ ആക്കി ഇതുപോലെ പാത്രത്തിൻ്റെ ഉള്ളിൽ വെക്കുകയോ ചെയ്യാം. ഈ ട്രിക്ക് ഉപയോഗിച്ച് പടമൊക്കെ വരച്ച് ഷെയ്ഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ഫോട്ടോയിലുള്ള പടമില്ലേ, അതെൻ്റെ 6 വയസ്സുള്ള മകനാണ് വരച്ചത് എന്നോർത്തപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഫ്രീ ടൈമിൽ നമുക്ക് അമ്മമാർക്ക് പോലും ഇതുപോലെ ടൈം പാസിന് വേണ്ടിയിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ഇത്. സ്കൂളിൽ നിന്ന് അസൈൻമെൻറ്റും പ്രോജക്റ്റൊക്കെ കൊടുത്ത് വിടുമ്പോഴും ഞാൻ ഇതുപോലെ പടം വരയ്ക്കാനുള്ള മടി കാരണം കടയിൽ നിന്ന് നമ്മുടെ ഓൾറെഡി കിട്ടുന്ന ടൈപ്പ് ഫോട്ടോസ് വാങ്ങിച്ച് ഒട്ടിച്ച് കൊടുത്ത് വിടാറുണ്ടായിരുന്നു. പക്ഷേ ഈ ടിപ്പ് കണ്ടപ്പോൾ മുതൽ ഞാൻ ഇതുപോലെ പടം വരച്ചാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുത്തയക്കുന്നത്. നോർമൽ ബുക്കിലായാലും A4 ഷീറ്റ് പേപ്പറിലായാലും ഇനി ചാർട്ട് പേപ്പറിലായാൽ പോലും നമുക്ക് ഈ ടിപ്പ് ഉപയോഗിച്ച് ഏത് പടം വേണമെങ്കിലും ഏത് ബുക്കിൽ നിന്ന് വേണമെങ്കിലും ഇതുപോലെ കോപ്പി ചെയ്ത് വരയ്ക്കാവുന്നതാണ്. ഈ ബുക്കിലെ കോമിക് ക്യാരക്ടേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്പൈഡർമാൻ്റെ പടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തന്നെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത് വരച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള റിസൾട്ട് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത് വരയ്ക്കുന്ന പ്രോസസ്സും വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുക്കുമ്പോൾ മൂടി ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യാം. ശേഷം അതിൻ്റെ മേലെ ഏത് പടമാണോ കോപ്പി ചെയ്യേണ്ടത് അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ A4 ഷീറ്റ് പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ നോട്ട്ബുക്കിൻ്റെ പേപ്പറോ ഏത് വേണമെങ്കിലും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്കത് ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒന്നുമില്ല, അതിൻ്റെ മേലെ കൂടെ നമ്മൾ ഈ കാണുന്ന പോലെ ഏത് പടം വേണമെങ്കിലും സിമ്പിളായിട്ട് വരച്ചെടുക്കാം. ഈ വിദ്യ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് പിന്നെ അവർക്കും നല്ല ഇൻട്രസ്റ്റ് ആട്ടോ ഇതുപോലെ പടം വരയ്ക്കാനായിട്ട്. ഈ വീഡിയോ നിങ്ങളുടെ മക്കൾക്കൊന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇനി സ്കൂളിലെ അസൈൻമെൻറ്റും പ്രോജക്റ്റൊക്കെ അവർ തനിയെ ചെയ്തോളും, മാതാപിതാക്കളുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ ഇതുപോലെ പടം വരയ്ക്കാൻ അത്യാവശ്യമുള്ളപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്, അടിയിൽ നമ്മൾ ട്രേസ് ചെയ്യേണ്ട പേപ്പർ വെച്ചിട്ട് മേളിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ പടത്തിൻ്റെ മേലെ കൂടെ പെൻസിൽ വെച്ച് കറുപ്പിച്ച് വരയ്ക്കും. ലാസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് കീറാൻ പാകത്തിനാകുമ്പോഴാണ് നമുക്ക് ഒന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അല്ലേ. നിങ്ങൾ ആരൊക്കെ ഇങ്ങനെ പടം വരച്ചിട്ടുണ്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണേ. പറഞ്ഞ് ഞാൻ ഇവിടെ സ്പൈഡർമാനെ വരയ്ക്കാനാണ് ആദ്യം ഉദ്ദേശിച്ചത്. ഇപ്പോൾ സ്പൈഡർമാൻ്റെ വര കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് കയറിയിട്ട് ഇതാ ഒരു കുഞ്ഞ് മൊയലിനെ കൂടി വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ കണ്ടിട്ട് എൻ്റെ പടം ഇങ്ങനെയുണ്ട്, അടിപൊളിയാണോ നമ്മുടെ സ്പൈഡർമാന്? പെൻസിൽ കൊണ്ട് ഔട്ടർ ലൈൻ വരച്ചപ്പോൾ തന്നെ എത്ര ഭംഗിയുണ്ട് നമ്മുടെ പടം കാണാനായിട്ട്. അപ്പോൾ ഒന്ന് ഷെയ്ഡൊക്കെ ചെയ്ത് കളറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പിക്ചർ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ തനിയെ ഇനി മുതൽ സ്കൂളിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തോളും. ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല കേട്ടോ. പിന്നെ ഞാൻ വരച്ച സ്പൈഡർമാനും മോൻ വരച്ച ചിത്രങ്ങളും അവസാനം കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ, സീ യു.